ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നിവിടെ ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി റെയിൻബോ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കാണാം, അതുകൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ കേക്കിന് വേണ്ടിയിട്ട് 4 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ യോക്കും വൈറ്റും ഒന്നും സെപ്പറേറ്റ് ചെയ്യൊന്നും വേണ്ട. ഇത് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഞാൻ മുമ്പ് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. 4 എഗ്ഗിന് 1 കപ്പ് ഷുഗർ പൗഡറാണ് ഞാനിപ്പോൾ ഇതിലിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ഫ്ലഫി ആയിട്ട് വരുന്നവരെ നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കുക. എന്നാലേ കേക്ക് നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ചായിട്ട് കിട്ടുള്ളൂ. ചില ആളുകൾക്ക്, എൻ്റെ സ്റ്റുഡൻസിന് തന്നെ പലർക്കും അതൊരു വലിയൊരു പ്രശ്നമായിരുന്നു. ബീറ്റിങ് അവർ ഓവർ ബീറ്റ് ആയാലും പ്രശ്നമാണ്. അവർ എന്ത് ചെയ്യും, കുറച്ച് ബീറ്റ് ചെയ്ത പാടെ തന്നെ പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്തിട്ട് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കും. അപ്പോൾ കേക്ക് നമ്മൾ വിചാരിച്ച അത്ര പൊങ്ങി വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബീറ്റിങ്ങിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. എഗ്ഗും ഷുഗർ പൗഡറും നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നവരെ ക്ഷമയോട് കൂടി വെയിറ്റ് ചെയ്യാം. അത് നല്ല ഒരു പെയിൽ യെല്ലോ കളറായി വരുന്നവരെ, നല്ലൊരു ഡാർക്കിഷ് യെല്ലോ ഉള്ളത് ലൈറ്റ് യെല്ലോ ആയി വരുന്നവരെ നമ്മൾ എന്ത് ചെയ്യുക, ബീറ്റ് ചെയ്യുക. കണ്ടോ, നല്ല വീഡിയോയിൽ കാണുന്നുണ്ട് നന്നായിട്ട് കളർ ചേഞ്ച് ചെയ്തത്. എന്നിട്ട് നമ്മൾ 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അത് ഒന്ന് ബീറ്റായി വരുമ്പോഴേക്കും 3/4 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാനിതിന് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഓയിൽ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. കാരണം മറ്റേ ഓയിലൊക്കെ യൂസ് ചെയ്യുമ്പം കേക്ക് പെട്ടെന്ന് താന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഓവർ ബീറ്റിംഗ് പാടില്ല. സ്ലോയിലിട്ടിട്ടാണ് ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇതൊക്കെ ഞാൻ ആ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് 1 കപ്പ് ഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് സോൾട്ടും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരിച്ചു കൊടുക്കുന്നുണ്ട്. അരിച്ചു വെച്ചത് നമ്മൾ എന്ത് ചെയ്യാം, ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ, കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നാലേ അത് എന്താണ്, അടിയിൽ പീസസ് ഒന്നും, ചിലപ്പോൾ മൈദ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ കേക്ക് ബേക്കായി കഴിഞ്ഞാലും ആ ഒരു പീസ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും, കേക്കിൽ കാണാൻ പറ്റും. അപ്പോൾ അതിനുള്ള ചാൻസ് വരരുത്. നന്നായിട്ട് താഴെ നിന്നൊക്കെ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. ഒരിക്കലും എന്താണ്, എഗ് ബീറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫ്ലോർ ഇട്ട് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. ഞാൻ ഓവൺ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫ്രൈ പാനും ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ സിമ്മിൽ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇത് മൂന്നും ഒന്നിച്ച് നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. ഞാനിപ്പോൾ 2 എണ്ണമാണ് അറ്റ് എ ടൈമിൽ ബേക്ക് ചെയ്യുന്നത്. ഒന്ന് ഓവണിലും ഒന്ന് പാനിലും. ഓവണിലുള്ളത് പെട്ടെന്ന് തന്നെ ബേക്കാവും. അപ്പോൾ അടുത്തതും ഞാൻ ഓവണിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. കുറഞ്ഞ സമയം പുറത്ത് വെച്ച് കേക്ക് താന്നൊന്നും പോവില്ല. അങ്ങനെ ഒരു ടെൻഷനൊന്നും ആവശ്യമില്ല. നമ്മൾ ഓവണിൽ ഞാൻ 170 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ്സാണ് വെച്ചിട്ടുള്ളത്. കാരണം ഇത് ലെയർ കുറഞ്ഞതാണല്ലോ. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് കൊണ്ട് തന്നെ ബേക്കായി കിട്ടും. ഗ്യാസിലും അതുപോലെ തന്നെ 15 മിനിറ്റ്സ് കൊണ്ട് ബേക്കായി കിട്ടും. നിങ്ങൾ ബേക്കായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ വെച്ച് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് വെച്ച് കൊടുക്കുക. എന്തായാലും ഒരു 20 മിനിറ്റ്സ് കൊണ്ട് ബേക്കായി കിട്ടും. ഞാനിപ്പോൾ ഇത് നമ്മുടെ ബാറ്റർ 3 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഗ്രീന്, പേർപ്പിൾ, പിന്നെ ബ്ലൂ, 3 കളറായിട്ടാണ് ഞാൻ ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതേ മെഷർമെൻറ്റിൽ തന്നെ ഞാൻ ഒരു കേക്കും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു 3 കളറിൽ. അതായത് ഇപ്പം ഞാൻ കാണിച്ച അതേ മെഷർമെൻറ്റിൽ തന്നെ ഇത് ബേക്കായി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ബീറ്റ് ചെയ്തതാണ്. കാരണം ഒരുപാട് സമയം നമ്മൾ കേക്ക് ബീറ്റ് ചെയ്തിട്ട് പുറത്ത് വെക്കുന്നത് ശരിയല്ല. അത് കേക്ക് താന്നു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് ബേക്കായി കഴിഞ്ഞതിന് ശേഷം വീണ്ടും 4 എഗ്ഗ് വെച്ചിട്ട് ഒരു 3 കേക്കിനുള്ള ബാറ്ററും കൂടി ഉണ്ടാക്കിയാണ് ചെയ്തത്.
ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് പൊങ്ങി വരാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാവും, നന്നാവില്ല. കുറേ നേരം നമ്മൾ ഒന്നിച്ച് എല്ലാം കൂടി ഒന്നിച്ച് നമ്മൾ ബീറ്റ് ചെയ്തിട്ട് കുറേ ടൈം എല്ലാ കേക്കും ആയി വരുന്നവരെ നമ്മൾ പുറത്ത് വെക്കുമല്ലോ നമ്മുടെ ബാറ്റർ. അപ്പോൾ അത് ബേക്ക് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കേക്ക് താന്നു പോകും. അപ്പോൾ അതുകൊണ്ട് 3 കേക്ക് ആയി കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്താൽ മതി, അടുത്ത 3 കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കിയാൽ മതി. ഓക്കെ, മനസ്സിലായോ? ഇനി നമ്മൾ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് വൈറ്റ് ചോക്ലേറ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ചിലർ ചെറീസൊക്കെ ചേർക്കാറുണ്ട്. എനിക്ക് ചെറീസ് അത്ര വലിയ ഇഷ്ടമില്ല. പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ് അങ്ങനെയുള്ള കേക്കുകൾക്കാണ് ഞാൻ അധികം ചെറീസൊക്കെ യൂസ് ചെയ്യാറ്. ഇതിൽ അധികം കേക്കിലും ഞാൻ ചോക്ലേറ്റ്സ് ആണ് ഫില്ലിങ്ങിൽ ചേർക്കാറ്. പിന്നെ സിറപ്പ്, ഷുഗർ സിറപ്പൊക്കെ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സിറപ്പ് നിങ്ങൾ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കേക്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. കാരണം നല്ല തണുത്ത ഷുഗർ ആവുമ്പോൾ, സിറപ്പാവുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. അപ്പം ഞാൻ 6 കളറാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഏകദേശം ഇത് ബേക്ക് ചെയ്ത ഐസിങ്ങൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും 1.25 കിലോ ഉണ്ടായിരുന്നു അതിൻ്റെ വെയിറ്റ്. ഐസിങ് ചെയ്ത് നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ വെയിറ്റ് നോക്കുക. അപ്പോഴാണ് കറക്റ്റ് വെയിറ്റ് നമുക്ക് അറിയാൻ പറ്റുക. സിറപ്പൊക്കെ നന്നായിട്ട് സോക്ക് ചെയ്ത് ഒക്കെ കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവില്ലേ. അപ്പോഴാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നമ്മൾ ഒന്ന് സെറ്റാക്കണം എന്തായാലും. ഇപ്പോൾ നമ്മൾ കസ്റ്റമറിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ തന്നെ അവർ പറയുന്നതിൻ്റെ ഒരു തലേന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ തന്നെ ചെയ്യുന്നതായിരിക്കും നന്നാവുക. കാരണം രാത്രി മുഴുവനും ഫ്രിഡ്ജിൽ ഇരിക്കുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഞാനിവിടെ 6 കളറും നന്നായിട്ട് ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്രം കോട്ട് ചെയ്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണം. ഇതിൽ ഞാൻ ഫോട്ടോ പ്രിൻ്റ് ആണ് ചെയ്യുന്നത്. കസ്റ്റമർ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ റെയിൻബോ കേക്കിന് ഫോട്ടോ പ്രിൻ്റാണ് ചെയ്യുന്നത്. ഫോട്ടോ പ്രിൻ്റ് നമ്മൾ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഫോട്ടോ പ്രിൻ്റ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ അധിക സമയം വെക്കാതിരിക്കുകയാണ് നല്ലത്. കസ്റ്റമറിന് ഡെലിവറി ചെയ്യുന്നതിൻ്റെ കുറച്ച് മുന്നേ നമ്മൾ അത് ഒട്ടിച്ചു കൊടുത്താൽ മതി. കാരണം ഫ്രിഡ്ജിൽ വെച്ച് പിന്നീട് അത് എടുക്കുമ്പോൾ ആ ഒരു ഈർപ്പം നമ്മുടെ ആ ഫോട്ടോ പ്രിൻറ്റിൻ്റെ മുകളിൽ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ ഫിനിഷിങ്ങിൻ്റെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് കസ്റ്റമർ ഡെലിവറി ചെയ്യുന്നതിൻ്റെ കുറച്ച് മുന്നേ എന്ത് ചെയ്യാം, ഫോട്ടോ ഒട്ടിച്ചിങ്ങോട്ട് പാക്ക് ചെയ്ത് കൊടുക്കാം. മാക്സിമം കഴിയുന്നതും ഫോട്ടോ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാതിരിക്കുന്നതായിരിക്കും നന്നാവുക. ഇപ്പോൾ ഞാൻ സൈഡിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ലൈൻസ് ഇട്ട് കൊടുത്താണ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ള ഫോട്ടോ പ്രിൻ്റ്. 8 ഇഞ്ചിൻ്റെ റൗണ്ടിൽ ചെയ്യാനാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ സുഖമാണ്. ആ റൗണ്ടിൽ തന്നെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് കേക്കിൻ്റെ മുകളിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. റെക്റ്റാങ്കിളോ സ്ക്വയറൊക്കെ ആണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവും. ഇതിപ്പോൾ നല്ല ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റി. ഇനി ഞാനൊരു സ്റ്റാർ നോസിൽ ഇട്ടിട്ട് സൈഡിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു റോസറ്റ് പോലെ ഒന്നിങ്ങനെ വരച്ചു കൊടുത്തതാണ്. പുറത്തുനിന്ന് നോക്കിയാൽ റെയിൻബോ കേക്കാണെന്ന് മനസ്സിലാവില്ല, ഇങ്ങനത്തെ ഡിസൈൻ ആയതുകൊണ്ട്. അപ്പം ഞാൻ കുറച്ച് സ്പ്രിങ്കിൾസ് അതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ താഴെ ഒന്ന് സ്പ്രിങ്കിൾസ് നമ്മൾ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ ഞാൻ സ്ട്രോ വെച്ചിട്ടില്ല, എനിക്ക് അത് വിട്ടു പോയതാണ്. ഹൈറ്റുള്ള കേക്ക് നമ്മൾ ചെയ്യുമ്പോൾ അതിൽ സ്ട്രോ വെക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഒന്നുകൂടെ ഒരു ഉറപ്പുണ്ടാവും. അപ്പോൾ അഥവാ അങ്ങനെ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും കസ്റ്റമറിനോട് ഇത് പറയണം, ഇങ്ങനെ ഉള്ളിൽ സ്ട്രോ ഉണ്ട് എന്നുള്ളത്. പിന്നെ ഈ കേക്കിന് ഞാൻ നല്ല ഹൈറ്റുള്ള ബോക്സാണ് ആവശ്യം. അപ്പോൾ അത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. എൻ്റെ മോള് ജൂമി അവളുണ്ടാക്കി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അനൈനൂസ് പറയും. എല്ലാ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
ഓക്കെ Thanks for watching video. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.